തിരുവനന്തപുരത്ത് ATM-ൽ നിന്ന് പണമെടുത്തു നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തുന്നയാൾ പിടിയിൽ. കോട്ടയം ചിങ്ങവനം സ്വദേശി രജീഷിനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. റെയിൽവേ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് 40,000 രൂപ തട്ടിയെടുത്തുന്ന കേസിലാണ് സ്ഥിരം കുറ്റവാളി പിടിയിലായത്. കഴിഞ്ഞ മാസം 10-ാം തീയതി റെയിൽവേയിലെ ക്ലീനിംഗ് സ്റ്റാഫായ ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്നാണ് പ്രതി പണം പിൻവലിച്ചത്. സ്ഥിരം റെയിൽവേ സ്റ്റേഷനിലെ ATM കൗണ്ടറിൽ നിന്ന് മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് ശോഭ പണം പിൻവലിച്ചിരുന്നത്. ATM-ൽ നിന്ന് പൈസ എടുക്കാനെത്തിയ ശോഭയോട് പണം പിൻവലിച്ചു തരണോ എന്ന് രജീഷ് ആവശ്യപ്പെടുകയായിരുന്നു. സഹായം വേണമെന്ന് പറഞ്ഞ ശോഭയോടൊപ്പം രജീഷ് ATM കൗണ്ടറിൽ കയറി പിൻ നമ്പർ ചോദിച്ച് മനസ്സിലാക്കി. തെറ്റായ പിൻ നമ്പർ അടിച്ച് ATM മെഷീനിൽ പണമില്ലെന്ന് പരാതിക്കാരിയെ വിശ്വസിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരിയുടെ കൈവശമുണ്ടായിരുന്ന ATM കാർഡിന്റെ അതേ നിറമുള്ള മറ്റൊരു കാർഡ് നൽകുകയായിരുന്നു. ഇത് ശ്രദ്ധിക്കാതെ കിട്ടിയ കാർഡുമായി ശോഭ തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോഴാണ് മൊബൈൽ ഫോണിൽ പണം പിൻവലിച്ചതിന്റെ മെസ്സേജുകൾ കണ്ടത്. 5,000 രൂപ വെച്ച് 8 തവണയാണ് പണം പിൻവലിച്ചത്. ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് കൈവശമുള്ളത് ബ്ലോക്ക് ചെയ്ത മറ്റൊരാളുടെ ATM കാർഡാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ തിരുവനന്തപുരം റെയിൽവേ പോലീസിൽ പരാതി നൽകി. പ്രതി അറസ്റ്റ് ചെയ്യുന്ന സമയം പ്രതി ഒരു ATM കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ അടുത്ത ഇരയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി ഞങ്ങൾ ഉറപ്പായിട്ട് സംശയിക്കുന്നുണ്ട്. ഏതെങ്കിലും ആൾക്കാർക്ക് ഇതുപോലെ തട്ടിപ്പ് ഈ വ്യക്തിയുടെ മുഖം പരിചയമുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും പരാതി നൽകുകയും ചെയ്യേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. 1 മാസമായി പോലീസ് പ്രതിക്കായുള്ള അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെ പ്രതി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ തട്ടിപ്പ് നടത്താനെത്തിയപ്പോഴാണ് പിടിയിലാവുന്നത്. ഇയാളുടെ കയ്യിൽ നിന്നും വിവിധ ബാങ്കുകളുടെ 38 ATM കാർഡുകൾ പോലീസ് കണ്ടെത്തി. ഇയാൾ 24 മണിക്കൂറും ATM കാർഡുകൾ കൈവശം വയ്ക്കാറുണ്ടെന്ന് പോലീസ് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡുകളിൽ നിന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ATM കാർഡുകളാണ് പ്രതി കൈക്കലാക്കുന്നത്. എല്ലാ കാർഡുകളും ബാങ്ക് ബ്ലോക്ക് ചെയ്തവ. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ഇയാൾ സമാനമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 24 തിരുവനന്തപുരം.